തുർക്കിയുടെ ചരിത്രം പറയുന്ന വഴികളിൽ അത്രമേൽ പ്രാധാന്യത്തോടെ നാം എത്തിച്ചേരുന്ന ഒരു പേരായിരിക്കും മുസ്തഫ കമാൽ അത്താതുർക്ക് എന്നത്. നൂറ്റാണ്ടുകളോളം അതിശക്തമായി നിലനിന്നിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം തകർന്നു തുടങ്ങിയതും അതിൻ്റെ അതിരുകളൊക്കെ ഓരോ യുദ്ധങ്ങളിൽ പരാജയപ്പെട്ട് ചുരുങ്ങിയതും യൂറോപ്പിൻ്റെ ആധുനികവൽക്കരണ വേഗതയോടൊപ്പം ഓടിയെത്താനാവാതെ ഒട്ടോമൻ സാമ്രാജ്യം പതറിയതും ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഈ തുർക്കി മേഖലകളാകെ ചിതറിയതുമൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗങ്ങളാണല്ലോ. ആ സമയം തുർക്കി മേഖലകളെ സംരക്ഷിച്ചു നിർത്തുകയും അത് പിടിച്ചെടുക്കാനുള്ള യൂറോപ്യൻ ശക്തികളുടെ നീക്കങ്ങളെ തുരത്തിയോടിക്കുകയും തുടർന്ന് തുർക്കി റിപ്പബ്ലിക് സൃഷ്ടിക്കുകയും തുർക്കി എന്ന രാജ്യത്തെ ആധുനികവൽക്കരിക്കുകയും ഒക്കെ ചെയ്ത നേതാവാണല്ലോ മുസ്തഫ കമാൽ അത്താതുർക്ക് എന്നത്. ഈ വീഡിയോയിലൂടെ മുസ്തഫ കമാൽ അത്താതുർക്ക് അഥവാ മുസ്തഫ കമാൽ പാഷയുടെ അതിഗംഭീരമായ ജീവിതകഥയാണ് പരിചയപ്പെടുത്തുന്നത്. ആധുനിക ലോകത്ത് പൊതുവെ അറിയപ്പെടുന്ന അത്താതുർക്ക് ജനിക്കുന്നത് തീരനഗരമായിട്ടുള്ള സലോനിക്ക എന്നൊരു ദേശത്താണ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മുസ്തഫ എന്ന് മാത്രമായിരുന്നു. അച്ഛനായിരുന്ന അലി റാസ ഒരു സൈനിക ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. എങ്കിലും അലി റാസ മുസ്തഫയുടെ ചെറുപ്പകാലത്ത് തന്നെ മരണപ്പെടുകയുണ്ടായി. അമ്മയായിരുന്ന സുബൈദ ഹാനിം സലോനിക്കയിൽ നിന്ന് തന്നെയുള്ള ഒരു കൃഷി കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. മകൻ മതപഠനം നടത്തണമെന്നാഗ്രഹിച്ച സുബൈദ ഹാനിം മുസ്തഫയെ ആ രീതിയിൽ കൊണ്ടുപോകാൻ താല്പര്യപ്പെട്ടെങ്കിലും കുഞ്ഞായിരുന്ന മുസ്തഫയിൽ അച്ഛൻ ചെലുത്തിയ സ്വാധീനം വിപ്ലവത്തിൻ്റെയും മതേതരത്തിൻ്റെയും വിത്തുകൾ അവനിൽ പാകിയിരുന്നു. മകൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ അച്ഛൻ നിർണായക സ്വാധീനമായി മാറിയിട്ടുണ്ട് എന്നത് ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതിൻ്റെ ഭാഗമായി മുസ്തഫ മതേതര വിദ്യാലയത്തിൽ തന്നെയാണ് പഠിക്കുകയും ചെയ്തത്. ഏതായാലും അച്ഛൻ്റെ മരണശേഷം മാതുലൻ്റെയും അമ്മയുടെയും പിന്തുണയിൽ ജീവിക്കേണ്ടി വന്ന അത്താതുർക്ക് സലോനിക്കയിലെ തന്നെ മറ്റൊരു വിദ്യാലയത്തിൽ പഠിക്കുകയുണ്ടായി. സത്യത്തിൽ ഇവിടെ വച്ചാണ് ഇദ്ദേഹത്തിന് കമാൽ എന്ന പേര് വരുന്നത്. ഗണിത വിഷയത്തിലെ നൈപുണ്യം കണ്ട് കമാൽ അഥവാ സമ്പൂർണൻ, ഇംഗ്ലീഷിൽ ദ പെർഫെക്റ്റ് വൺ എന്ന പേര് മുസ്തഫ സമ്പാദിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മുസ്തഫ കമാലായി മാറി. ഈ ഒരു സമയത്ത്, അതായത് മുസ്തഫ കമാലിന് 15 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹം സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുകയും അമ്മ അറിയാതെ ഒരു പ്രവേശന പരീക്ഷ എഴുതുകയുമുണ്ടായി. അതിൽ വിജയിച്ച മുസ്തഫ 1896 മൊണാസ്റ്റിർ മിലിറ്ററി ഹൈസ്കൂളിൽ ചേരുകയും വിദ്യാഭ്യാസം തുടരുകയുമുണ്ടായി. സത്യത്തിൽ ഈ ഒരു കാലത്താണ് മുസ്തഫയുടെ ഭാവി ജീവിതത്തെ നിർണായകമായി സ്വാധീനിക്കുന്ന ഘടകങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്ന് പറയാം. ഇതേ സമയം ഈ മേഖലകളിൽ മറ്റൊരു വലിയ കാര്യം കൂടി നടക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇസ്താൻബുൾ കേന്ദ്രമായി അതിബൃഹത് സാമ്രാജ്യം സൃഷ്ടിച്ചിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം തകർന്നിരിക്കുന്നു. ഭരണപരമായും രാഷ്ട്രീയപരമായും എതിരാളികളാലും ഒക്കെ തുർക്കി പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. സാമ്പത്തികമായി മുന്നേറാനാവാതെ യൂറോപ്പിൻ്റെ വളർച്ചയെ കണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരുന്ന ഒട്ടോമൻ സാമ്രാജ്യമായിരുന്നു ആ കാലത്ത് ഉണ്ടായിരുന്നത് എന്ന് പറയാം. പല പരിഷ്കരണങ്ങളും ഫലിക്കാതെ രക്തരൂക്ഷിതമായ സംഘട്ടനങ്ങളായി പോലും മാറുകയുണ്ടായി. ഈ ഒരു കാലത്ത് തുർക്കിയുടെ ദയനീയ സ്ഥിതി മുസ്തഫയെ ദൈവത്തോടോ മനുഷ്യനോടോ ഏതെങ്കിലും സ്ഥാപനത്തോടോ ആദരവില്ലാത്ത വിപ്ലവകാരിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. വിദേശികളെയും വിദേശാധിപത്യ ശ്രമങ്ങളെയും വെറുത്തിരുന്ന മുസ്തഫ കമാൽ തുർക്കികൾക്ക് എന്ന ആശയത്തിലാണ് വിശ്വസിച്ചിരുന്നത്. മുസ്തഫയുടെ ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ വളർത്തുന്നതിൽ ആ കാലത്ത് പല സംഘടനകളും ഭാഗമായിട്ടുണ്ട് എന്ന് കൂടി പറയാം. യുവാക്കളായ ബുദ്ധിജീവികളും സൈനികരും വിപ്ലവകാരികളും ചേർന്ന ഈ വിഭാഗങ്ങൾ യൂറോപ്പിനോളം വളർച്ച സൃഷ്ടിക്കുക, ഒട്ടോമനെ ആധുനീകരിക്കുക എന്നീ ലക്ഷ്യങ്ങളുമായി പ്രവർത്തിച്ചവരാണ്. ഇത്തരം ബന്ധങ്ങൾ കൊണ്ട് തന്നെ വിദ്യാഭ്യാസ കാലത്തിനപ്പുറം മുസ്തഫ അറസ്റ്റ് ചെയ്യപ്പെടുന്ന അവസ്ഥയും അവിടെ ഉണ്ടായി. ഏതായാലും 1905 അദ്ദേഹം സൈന്യത്തിൽ സ്റ്റാഫ് ക്യാപ്റ്റനായി ഉദ്യോഗത്തിൽ കയറുകയുണ്ടായി. അങ്ങനെ ഇവിടെ വച്ചാണ് രഹസ്യ സ്വഭാവമുള്ള വിപ്ലവ ഗ്രൂപ്പായ വദാൻ വൈ ഹുറിയത്ത് എന്ന സംഘടനയുമായി ചേർന്ന് മുസ്തഫ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരുന്നത് കൊണ്ട് തന്നെ ഒട്ടോമൻ സാമ്രാജ്യം ഇദ്ദേഹത്തെ ദൂരെ ദമാസ്കസിൽ പോസ്റ്റ് ചെയ്തപ്പോൾ സുൽത്താൻ്റെ ഭരണപരാജയവും ജനങ്ങളോടുള്ള നടപടികളും മുസ്തഫ എന്ന യുവാവിൽ ദേഷ്യം വർദ്ധിപ്പിക്കുന്നതിനും കാരണമായി. അതങ്ങനെ വർദ്ധിക്കുകയും തുടർന്ന് അദ്ദേഹം കമ്മിറ്റി ഓഫ് യൂണിയൻ ഓഫ് പ്രോഗ്രസ് അഥവാ CUPയിൽ അംഗമാവുകയുമുണ്ടായി. സുൽത്താൻ ഹമീദിനെതിരെയും ഭരണഘടന തിരിച്ചു കൊണ്ടുവരുന്നതിൻ്റെയും ഭാഗമായി യുവതർക്കികളും CUPയുമൊക്കെ നിരന്തര പോരാട്ടങ്ങൾ നടത്തുകയും 1908 യുവതുർക്കികളുടെ വിപ്ലവം തന്നെ സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. അതിലവർ വിജയിക്കുകയും ഭരണഘടനയും തെരഞ്ഞെടുപ്പും പാർലമെൻറ്റുമൊക്കെ
തുർക്കി മേഖലകളിൽ തിരിച്ചു വരികയുമുണ്ടായി. അതോടെ ഒട്ടോമൻ സാമ്രാജ്യത്തിനു മേലുള്ള സുൽത്താൻ്റെ സമ്പൂർണ്ണ അധികാരത്തിനും അവസാനമായെന്ന് പറയാം. അങ്ങനെ രാജ്യാധികാരത്തിൽ അധിഷ്ഠിതമായ തുർക്കിയിൽ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് തന്നെ തുടക്കം കുറിക്കുകയാണ്. അതിൽ പ്രധാനമല്ലെങ്കിലും ഒരു ഭാഗത്ത് മുസ്തഫ കമാലും ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ മതേതരത്വത്തെ എതിർക്കുന്നവരും രാജ്യാധികാരത്തെ പിന്തുണക്കുന്നവരുടെയും നേതൃത്വത്തിൽ തിരിച്ചടിക്കാനുള്ള ശ്രമങ്ങളും ഭരണതലം പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ ഉണ്ടാവുകയുണ്ടായി. ഇതിനെയൊക്കെ അടിച്ചമർത്തുന്നതിൽ മുസ്തഫ കമാലിൻ്റെ പങ്കും ഉണ്ടായിരുന്നെന്ന് പറയാം. ഭരണമേഖലകളിൽ സൈന്യത്തിൻ്റെ പങ്ക് ഉണ്ടാവരുതെന്ന നിലപാടിൽ നിന്നതുകൊണ്ട് തന്നെ മുസ്തഫയ്ക്ക് സ്ഥലം മാറ്റം വരുന്ന അവസ്ഥകൾ പോലുമുണ്ടായി. ഒട്ടോമൻ സാമ്രാജ്യം ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് അതിർത്തി മേഖലകളിൽ എതിരാളികൾ ഏത് സമയവും ആഞ്ഞടിക്കാമല്ലോ. 1911 ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ മേഖലയായ ഇന്നത്തെ ലിബിയൻ മേഖലകൾ പിടിച്ചെടുക്കാൻ ഇറ്റലി തീരുമാനിക്കുകയുണ്ടായി. ഒട്ടോമൻ മേഖലയായ യമനിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു കലാപത്തെ അടിച്ചമർത്താൻ ഒട്ടോമൻ തുർക്കികളുടെ സൈനിക ബലം അങ്ങോട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന അവസരം മുതലെടുക്കുകയാണ് സത്യത്തിൽ ഇറ്റലി ചെയ്തത്. സൈനിക ബലത്തിൽ നന്നേ മുന്നിലുണ്ടായിരുന്ന ഇറ്റാലിയൻ സൈന്യത്തെ തടയുന്നതിനായി അത്താതുർക്കും പോവുകയുണ്ടായി. ഒരു വർഷം നീണ്ട ആ യുദ്ധത്തിൽ തൊബ്രൂക്കിൽ വെച്ച് ഇറ്റാലിയൻ മുന്നേറ്റത്തെ തടയുന്നതിൽ അത്താതുർക്ക് വിജയിക്കുകയും ചെയ്തു. എങ്കിലും ഇറ്റലി ഈ യുദ്ധത്തിൽ പല മേഖലകളും പിടിച്ചെടുത്തു. എന്നാൽ 1912 ജനുവരിയിൽ യുദ്ധത്തിനിടെ മുസ്തഫ കമാലിന് കണ്ണിന് പരിക്കുപറ്റുകയും കുറച്ചുകാലം യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരികയുമൊക്കെ ഉണ്ടായി. മാർച്ചോടെ ഡെർണ എന്ന മേഖലയിലെ ഒട്ടോമൻ പടയുടെ കമാൻഡറായി മാറിയ മുസ്തഫ കമാൽ 1912 ഒക്ടോബർ വരെയും ആ മേഖല സംരക്ഷിച്ചു നിർത്തുകയുമുണ്ടായി. എന്നാൽ ഇതിനിടയിൽ തന്നെ ബാൽക്കൻ യുദ്ധങ്ങളും പൊട്ടിപ്പുറപ്പെട്ടു. ഇറ്റലി ഒട്ടോമൻ സൈന്യത്തെ കീഴ്പ്പെടുത്തിയ വേഗമാണ് ബാൽക്കൻ മേഖലകളെ യുദ്ധത്തിന് പോവാൻ പ്രേരിപ്പിച്ചത് എന്നുകൂടി പറയാം. മറ്റൊരർത്ഥത്തിൽ തകർന്നിരിക്കുന്ന ഒട്ടോമൻ സൈന്യത്തിനെ തോൽപ്പിക്കാൻ പറ്റിയ സമയം അതായിരുന്നു എന്നത് തന്നെ. ബാൽക്കൻ മേഖലകളായ ബൾഗേറിയ, സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ തുടങ്ങിയവരാണ് ഒട്ടോമനെതിരെ യുദ്ധം നടത്തിയത്. ആ സമയം ഒട്ടോമൻ സൈന്യം പ്രധാനമായും ലിബിയയിൽ ആയതുകൊണ്ട് തന്നെ ബാൽക്കൻ രാജ്യങ്ങൾ അതിവേഗം ഒട്ടോമൻ സാമ്രാജ്യത്തിനെ പരാജയപ്പെടുത്തുകയും യൂറോപ്യൻ മേഖലകളിലെ ഒട്ടോമൻ സാമ്രാജ്യം ഏതാണ്ട് തകരുകയും ചെയ്തു എന്ന് പറയാം. ചുരുക്കിയാൽ അവർക്ക് യൂറോപ്പിലുണ്ടായിരുന്ന ആധിപത്യം ഏറെക്കുറെ അവസാനിച്ചു എന്നത് തന്നെ. ഈ സമയം പല കമാൻഡേഴ്സിനെയും ഒട്ടോമൻ തിരിച്ചു വിളിക്കുകയുണ്ടായി. ഈ യുദ്ധത്തിൽ മുസ്തഫ കമാലിൻ്റെ ജന്മദേശവും ഒട്ടോമനിൽ നിന്ന് സ്വതന്ത്രമാവുകയുണ്ടായി. ഇതിൻ്റെ തുടർച്ചയായി ഉണ്ടായ രണ്ടാം ബാൾക്കൻ യുദ്ധത്തിൽ തുർക്കി ചില മേഖലകൾ തിരിച്ചു പിടിക്കുകയും ചെയ്തു. അതിൽ പ്രധാനം ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പഴയ തലസ്ഥാനമായിരുന്ന അഡ്രിയാനോപോൾ പിടിച്ചെടുത്തതായിരുന്നു. അതിൻ്റെ ഭാഗമായും മുസ്തഫ കമാൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജനസ്വാധീനം വളരെയധികം വർദ്ധിച്ചു. ഈ സമയം അഭയാർത്ഥികളായ ആയിരക്കണക്കിന് മുസ്ലിങ്ങളും മറ്റുമൊക്കെ ഇസ്താൻബുളിലേക്ക് വന്ന് അഭയം തേടുന്ന അവസ്ഥയുണ്ടായി. ചുരുക്കിയാൽ ഒട്ടോമൻ രാജ്യത്ത് വലിയ രീതിയിലുള്ള അസ്വസ്ഥത പടർന്നു പിടിച്ചു എന്ന് പറയാം. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടെയുള്ള ജനാധിപത്യ ഭരണകൂടം അട്ടിമറിച്ചുകൊണ്ട് അൻവർ പാഷ, തലാത്ത് പാഷ, ജമാൽ പാഷ എന്നീ യുവ തുർക്കികളുടെ നേതൃത്വത്തിൽ ഒരു ഏകാധിപത്യ ഭരണം അവിടെ സ്ഥാപിതമാവുകയുണ്ടായി. അതുവരെയും യുദ്ധച്ചുമതലയുണ്ടായിരുന്ന നസീം പാഷ കൊല്ലപ്പെടുകയും പ്രധാനമന്ത്രിയായിരുന്ന കാമിൽ പാഷയ്ക്ക് സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായി. അങ്ങനെ ഈ 3 പാഷകളുടെ കയ്യിലേക്ക് ഭരണം എത്തുകയാണ്. എങ്കിലും പുതിയ ഭരണകർത്താക്കൾക്ക് ഇസ്താൻബുൾ സംരക്ഷിക്കാൻ കഴിഞ്ഞു. ഒപ്പം രാജ്യത്ത് സാമ്പത്തികവും സാമൂഹികവുമായ പല പരിഷ്കാരങ്ങൾ നടപ്പിൽ വരുത്തുകയുമുണ്ടായി. എന്നാൽ ഈ സമയമാണ് ഒന്നാം ലോക മഹായുദ്ധമുണ്ടാവുന്നത്. ഒട്ടോമൻ മേഖല തുടക്കത്തിൽ യുദ്ധത്തിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ പോലും ജർമ്മനിയുമായുള്ള ബന്ധം അവരെ പതിയെ യുദ്ധത്തിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. അങ്ങനെ റഷ്യ ഒട്ടോമന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചു. അധികം താമസിയാതെ ബ്രിട്ടനും ഫ്രാൻസും കൂടെ യുദ്ധം പ്രഖ്യാപിക്കുകയുണ്ടായി. അതോടെ ഒട്ടോമൻ സൈന്യത്തിന് പല മേഖലകളിൽ പോരടിക്കേണ്ടി വരുമല്ലോ. സ്വാഭാവികമായും അത്താതുർക്കിനെ യുദ്ധമേഖലകളിലേക്ക് അയക്കുകയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട യുദ്ധങ്ങളിലൊന്ന് ഇവിടെയാണ് ഉണ്ടാകുന്നത്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായ ഗല്ലിപ്പൊലി പെനിൻസുല പിടിച്ചെടുത്താൽ ഇസ്താൻബുൾ കീഴടക്കാൻ എളുപ്പമാവും എന്ന് മനസ്സിലാക്കിയ സഖ്യശക്തികൾ ഒരു വലിയ നാവിക പോരാട്ടം തന്നെ ഗല്ലിപ്പൊളി മേഖലയിലേക്ക് 1915 ഫെബ്രുവരിയിൽ നടത്തുകയുണ്ടായി. സഖ്യശക്തികളുടെ ഏതാണ്ട് 5 ലക്ഷത്തോളം സൈനികരാണ് ഈ കമ്പയിനിൽ പങ്കെടുത്തത് എന്നാണ് കണക്ക്. ഗല്ലിപ്പൊളി യുദ്ധത്തിലെ ഒട്ടോമൻ പടയുടെ കമാൻഡ് അധികം വൈകാതെ തന്നെ മുസ്തഫ കമാലിലേക്ക് എത്തിച്ചേരുകയുണ്ടായി.
സഖ്യശക്തികളുടെ പല ആക്രമണങ്ങളും അത്താതുർക്ക് സമർത്ഥമായി തകർക്കുകയും ഒട്ടോമൻ പ്രതിരോധ നിരകളെ സംരക്ഷിക്കുകയുമുണ്ടായി. നിരന്തര ആക്രമണങ്ങളിൽ കപ്പലുകളും പോരാളികളും സഖ്യശക്തികൾക്ക് നഷ്ടപ്പെടുകയും 1916 ഗല്ലിപ്പൊളി ക്യാമ്പയിൻ ഒരു പരാജയമാണെന്ന് അംഗീകരിക്കേണ്ടിയും വന്നു. ഇരു കൂട്ടർക്കും ഏകദേശം ഒരേപോലെ നഷ്ടങ്ങളൊക്കെ വന്നെങ്കിലും ഗല്ലിപ്പൊളിയൊക്കെ പ്രതിരോധിച്ചതിലൂടെ അത്താതുർക്ക് ഒരു ഹീറോ ആയി മാറുകയുണ്ടായി. ഒട്ടോമനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം ലോക മഹായുദ്ധത്തിൽ എടുത്തു പറയാവുന്ന യുദ്ധവിജയം അതുമാത്രമായിരുന്നു. അതോടെ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ കമാൻഡറായി മാറിയ അത്താതുർക്കിനെ റഷ്യൻ മുന്നേറ്റത്തെ തടയാനായി 1916 നിയോഗിക്കുകയുണ്ടായി. റഷ്യയുടെ മുന്നേറ്റത്തെ തടയാനായി മുസ്തഫ കമാൽ ഒരു പ്രത്യാക്രമണം നടത്തുകയും പല നഗരങ്ങളും തിരിച്ചുപിടിക്കുകയുമൊക്കെ ഉണ്ടായി. അതിനപ്പുറം ഒട്ടോമൻ സാമ്രാജ്യം നിരന്തരം തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സിറിയൻ മേഖലയിലേക്ക് അദ്ദേഹത്തെ അയക്കുകയുണ്ടായി. എന്നാൽ ഇവിടെ എത്തിയ അത്താതുർക്ക് സൈന്യത്തിൻ്റെ അവസ്ഥ കണ്ട് ഞെട്ടുകയും തകർന്നിരിക്കുന്ന പ്രതിരോധ നിര വെച്ച് ഒന്നും ചെയ്യാനാവില്ലെന്നും സൈന്യത്തെ പിൻവലിച്ച് പുതിയൊരു നിര സൃഷ്ടിക്കണമെന്നും തുടങ്ങി പല കാര്യങ്ങളുള്ള ഒരു റിപ്പോർട്ട് സർക്കാരിന് അയക്കുകയുണ്ടായി. ഒപ്പം തന്നെ ആ മേഖലയിലെ ജർമ്മൻ കമാൻഡറുമായും അത്താതുർക്ക് വാഗ്വാദത്തിലേർപ്പെട്ടു. ഒട്ടോമൻ സർക്കാർ എന്നാൽ അത്താതുർക്കിൻ്റെ നിരീക്ഷണങ്ങളെ തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അതോടെ അദ്ദേഹം സ്ഥാനം രാജിവെക്കുകയും തിരിച്ച് ഇസ്താൻബുളിലേക്ക് വരികയുമുണ്ടായി. ഇവിടെ വച്ചാണ് മറ്റൊരു നിർണായകമായ സംഭവം ഉണ്ടാവുന്നത്. നിലവിലെ സുൽത്താനായ മുഹമ്മദ് അഞ്ചാമൻ്റെ സഹോദരനായ മുഹമ്മദ് വഹീദുദ്ദീൻ്റെ ജർമ്മനിയിലേക്കുള്ള യാത്രയ്ക്ക് അത്താതുർക്ക് അകമ്പടി സേവിക്കുകയുണ്ടായി. ഈ യാത്രയിൽ യുദ്ധമേഖലകൾ സന്ദർശിച്ച അത്താതുർക്ക് സഖ്യശക്തികൾ അധികം വൈകാതെ വിജയം നേടുമെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 1918 ജൂലൈയിൽ മുഹമ്മദ് ആറാമൻ രാജാവായി മാറിയപ്പോൾ മുസ്തഫ കമാലിനെ ഇസ്താൻബുളിലേക്ക് തിരിച്ചു വിളിപ്പിക്കുകയും വീണ്ടും തകർന്നു നിൽക്കുന്ന സിറിയൻ മേഖലയിലെ സൈന്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയുമുണ്ടായി. അവിടെ എത്തിയ മുസ്തഫയ്ക്ക് സൈന്യത്തിൻ്റെ ദുരവസ്ഥ മനസ്സിലാവുകയും പരമാവധി സൈനികരെ രക്ഷിക്കണമെന്ന നിലയിൽ പിറകോട്ടേക്ക് വലിഞ്ഞ് പുതിയൊരു ഡിഫെൻസീവ് ലൈൻ സൃഷ്ടിക്കുകയുമുണ്ടായി. അപ്രകാരം മുന്നോട്ടു പോകുന്ന സമയത്താണ് 1918 ഒക്ടോബറിൽ മാട്രോസിൽ വെച്ച് ഐക്യകക്ഷികളുമായി സമാധാന കരാർ തുർക്കി ഒപ്പുവെക്കുന്നത്. അത്താതുർക്കിൻ്റെ പ്രതിരോധ മേഖലകൾ ഒഴികെ ബാക്കിയിടങ്ങളിൽ തുർക്കി പ്രതിരോധ നിരകൾ തകരുകയും അത് തുർക്കി തലസ്ഥാനമായ ഇസ്താൻബുളിലേക്ക് വരെ എത്തും എന്ന തോന്നലിലാണ് യുദ്ധം അവസാനിപ്പിക്കുന്ന സന്ധി വന്നെത്തിയത്. അങ്ങനെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന് അവസാനമാവുകയും ഒരു കാലത്ത് അതൊക്കെ തന്നെയും നിയന്ത്രിച്ചിരുന്ന ഒട്ടോമൻ സാമ്രാജ്യം തോറ്റ് നാണം കെടുകയുമുണ്ടായി എന്ന് പറയാം. എങ്കിലും സൈനിക ചരിത്രകാരന്മാരുടെ നിരീക്ഷണങ്ങളിൽ തുർക്കിഷ് ജനറൽമാരിൽ അത്താതുർക്ക് മാത്രമായിരുന്നു വലിയ പരാജയമൊന്നും അറിയാത്ത, അതേസമയം തന്നെ യുദ്ധവിജയങ്ങളും നേടിയ ഒരേയൊരു കമാൻഡർ. 4 വർഷത്തോളം നീണ്ട ആ യുദ്ധകാലഘട്ടത്തിൽ അദ്ദേഹത്തിന് എവിടെയും വലിയൊരു പരാജയമൊന്നും സംഭവിച്ചിട്ടില്ല എന്നത് തകർന്നിരുന്ന ഒട്ടോമൻ സൈന്യവുമായി ചേർത്ത് വായിക്കുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഗല്ലിപ്പൊളിയിലെ വിജയവും എടുത്തു പറയേണ്ടതാണ്. ഏതായാലും സന്ധി അനുസരിച്ച് തുർക്കിക്ക് പുറത്തുള്ള സൈനിക താവളങ്ങളൊക്കെ ഒട്ടോമൻ സാമ്രാജ്യത്തിന് നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ തുർക്കി മേഖലകളിലെ തന്ത്രപ്രധാനമായ ഇടങ്ങളിൽ സഖ്യശക്തികൾ സാന്നിധ്യവും ഉറപ്പിക്കുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊന്നുകൂടിയുണ്ട്. അത് സഖ്യശക്തികൾ തലസ്ഥാനമായ ഇസ്താൻബുളിലേക്ക് തന്നെ മാർച്ച് ചെയ്തു എന്നതാണ്. അതോടെ അൻവർ പാഷ, തലാത്ത് പാഷ, ജമാൽ പാഷ തുടങ്ങിയവർ നാണക്കേടിൽ നിന്ന് രാജ്യം വിടേണ്ടി വന്നു. അങ്ങനെ 1453 ഒട്ടോമൻ സാമ്രാജ്യം ഇസ്താൻബുൾ പിടിച്ചെടുത്തതിനപ്പുറം ആദ്യമായി സഖ്യകക്ഷികളുടെ നേതൃത്വത്തിലുള്ള ഒരു സൈനിക ഭരണം തന്നെ ഇസ്താൻബുളിൽ വരികയുണ്ടായി. ഒന്നാം ലോക മഹായുദ്ധത്തിനപ്പുറം സഖ്യകക്ഷികൾ തുർക്കി മേഖലകളെ വിഭജിക്കാൻ ഒരുങ്ങിയത് തുർക്കിയിലെ ദേശീയ പ്രസ്ഥാനത്തിന് വഴി തുറന്നിട്ടു. അവിടെയാണ് സൈനിക ഉദ്യോഗസ്ഥനായ മുസ്തഫ കമാൽ വിപ്ലവകാരിയാവുന്നത്. തുർക്കികൾക്ക് എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം വിദേശികളെയും വിദേശീയാധിപത്യത്തെയും വെറുത്തു. ആ പോരാട്ടത്തിലാണ് മുസ്തഫ കമാൽ അത്താതുർക്ക് ആയി മാറുന്നത്. 1918 മുതൽ 1923 വരെയുള്ള തുർക്കിയുടെ സ്വാതന്ത്ര്യ പോരാട്ടകാലം അത്താതുർക്കിൻ്റെ ജീവിതത്തിലെ മറ്റൊരു നിർണായകമായ അധ്യായമാണെന്ന് കൂടി പറയാം. സഖ്യശക്തികളുടെ പുതിയ നീക്കങ്ങളിൽ പ്രതിഷേധിച്ച മുസ്തഫ കമാൽ തൻ്റെ ഉദ്യോഗത്തിൽ നിന്ന് രാജിവെക്കുകയും ജനങ്ങളുടെ കക്ഷി എന്നുപേരായ ഒരു ദേശീയ കക്ഷി രൂപീകരിക്കുകയുമുണ്ടായി. ഇസ്താൻബുളിലെ ഗവൺമെൻറ്റിനെ ചോദ്യം ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സന്ധികൾ അനുസരിച്ച് ഒട്ടോമൻ മേഖലകളായിരുന്ന സിറിയ, പാലസ്തീൻ, ഇറാഖ് പോലുള്ള മിഡിൽ ഈസ്റ്റ് മേഖലകൾ ബ്രിട്ടനും ഫ്രാൻസും പങ്കിട്ടെടുക്കും എന്നുറപ്പായിരുന്നെങ്കിലും തുർക്കിയുടെ തന്നെ കിഴക്കൻ മേഖലകളൊക്കെ വിഭജിക്കപ്പെടുന്ന രീതിയിൽ പുതിയ നീക്കങ്ങൾ വന്നത്
തുർക്കിയിലെ ജനങ്ങൾക്ക് ഉൾക്കൊള്ളാനായില്ല എന്ന് നിസ്സംശയം പറയാം. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തികൾക്കെതിരെ പോരാടിയ ഒട്ടോമനെ തകർക്കുക എന്നതും ഒരു ലക്ഷ്യമായിരിക്കാം. അതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു 1920 സേവ്രെ ഉടമ്പടി എന്ന് പറയാം. എന്നാൽ ആ ഉടമ്പടി ഓരോ തുർക്കിയെയും ഓരോ ദേശീയവാദിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. സേവ്രെ ഉടമ്പടിക്കെതിരെ ആളിക്കത്തിയ തുർക്കി ദേശീയ ബോധത്തിൻ്റെ പിറകിലെ നേതാവ്, ബുദ്ധിജീവി, സൈന്യാധിപനൊക്കെ മുസ്തഫ കമാൽ ആയിരുന്നു എന്ന് മാത്രം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജനകീയ മുന്നേറ്റം അതിവേഗം ശക്തി പ്രാപിക്കുകയും 1919 അങ്കാറയിൽ വെച്ച് തുർക്കി ദേശീയ പ്രതിനിധികളുടെ 2 കോൺഗ്രസ്സുകളൊക്കെ സമ്മേളിക്കുകയുമുണ്ടായി. പിന്നീട് 1920 ഏപ്രിലിൽ മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിൽ അങ്കാറയിൽ ഒരു ദേശീയ അസംബ്ലി സമ്മേളിക്കുകയുണ്ടായി. ഈ ഒരു സമ്മേളനത്തിൽ തുർക്കിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 350 പ്രതിനിധികൾ പങ്കെടുക്കുകയും തുർക്കിക്ക് ഒരു ഭരണഘടന ഉണ്ടാക്കുകയും സ്വയം തുർക്കിയുടെ പരമാധികാര സമിതിയായി പ്രഖ്യാപിക്കുകയുമൊക്കെ ഉണ്ടായി. അങ്ങനെ തുർക്കിയിൽ 2 ഭരണമേഖലകൾ സൃഷ്ടിക്കപ്പെട്ടു. ഒന്ന് സഖ്യശക്തികളുടെ പൂർണ്ണ നിയന്ത്രണത്തിലുള്ള സുൽത്താൻ ഭരണം, മറ്റൊന്ന് തുർക്കി സ്വാതന്ത്ര്യ പോരാട്ടവുമായി അത്താതുർക്ക് നയിക്കുന്ന മറ്റൊരു ഭരണതലം. അതോടെ അത്താതുർക്കിന് വധശിക്ഷ വിധിച്ചുകൊണ്ടുള്ള സുൽത്താൻ്റെ നടപടികളും പുറത്തുവരികയുണ്ടായി. എന്നാൽ ആ സമയമായപ്പോഴേക്ക് അങ്കാറയിലെ സമാന്തര ഗവൺമെൻറ് പഴയ സൈന്യാധിപന്മാരെ കൊണ്ടും സൈനികരെ കൊണ്ടും നിറഞ്ഞിരുന്നു. ദേശീയവാദികളായി മാറിയ തുർക്കികൾ ആ സൈന്യത്തിലേക്ക് ഒഴുകിയെത്തുകയുമുണ്ടായി. സ്മിർണയിൽ അധിനിവേശം ചെയ്തിരുന്ന ഗ്രീക്കുകാരെ പുറത്താക്കാൻ വേണ്ട നടപടികളെടുക്കാൻ അങ്കാറയിലെ ദേശീയ സമിതി കമാലിനെ അധികാരപ്പെടുത്തുകയുണ്ടായി. 1919 തന്നെ തുർക്കിയുടെ തുറമുഖ പട്ടണമായ സ്മിർണയിൽ അധികാരമുറപ്പിച്ചിരുന്ന ഗ്രീക്കുകാർ അവസരം മുതലെടുത്തുകൊണ്ട് മറ്റ് തുർക്കി പ്രദേശങ്ങളും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തുർക്കി മേഖലകൾ ആക്രമിക്കുകയുണ്ടായി. ഈ സമയത്ത് അത്താതുർക്കിൻ്റെയും തുർക്കിയുടെയും പ്രധാന സഹായിയായി എത്തിയത് റഷ്യൻ വിപ്ലവത്തിനപ്പുറം വന്ന റഷ്യൻ ഗവൺമെൻറ്റാണ്. പണമായും ആയുധങ്ങളായും അങ്കാറയിലെ പുതിയ ഗവൺമെൻറ്റിനൊപ്പം അല്ലെങ്കിൽ അത്താതുർക്കിനൊപ്പം റഷ്യൻ ഗവൺമെൻറ് നിലകൊള്ളുകയുണ്ടായി. അങ്ങനെ അത്താതുർക്ക് കമാൻഡർ ഇൻ ചീഫായി സ്വാതന്ത്ര്യ പോരാട്ടം തുടരുകയുണ്ടായി. സേവ്രെ ഉടമ്പടി പ്രകാരം സൃഷ്ടിക്കപ്പെട്ട അർമേനിയ മേഖലകൾ തുർക്കി തിരിച്ചു പിടിച്ചു. അതോടെ ഗ്രീസിനെ നേരിടാനായി തുർക്കി സൈന്യം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇനോനുവിൽ വെച്ച് ഇസ്മത് പാഷയുടെ നേതൃത്വത്തിലുള്ള തുർക്കി സൈന്യം ഗ്രീക്കുകാരെ തോൽപ്പിക്കുകയൊക്കെ ഉണ്ടായി. എന്നാലും ഗ്രീക്ക് സൈന്യം പിന്മാറാതെ അങ്കാറയ്ക്ക് നേർക്ക് തന്നെ ആക്രമണം നടത്തുകയുണ്ടായി. അതോടെ മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിലുള്ളൊരു പട പോരടിക്കുകയും ഗ്രീക്കിനെ തകർക്കുകയുമുണ്ടായി. ഈ യുദ്ധം തുർക്കി സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ നിർണായക വഴിത്തിരിവ് കൂടിയായിരുന്നു. 1922 മുസ്തഫ കമാൽ തൻ്റെ സൈന്യത്തോടൊപ്പം സ്മിർണയിലേക്ക് തന്നെ പ്രവേശിക്കുകയുണ്ടായി. അതോടെ അത്താതുർക്കിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യം യുദ്ധമേഖലകളിൽ വലിയ വിജയിയായി തന്നെ മാറുകയുണ്ടായി. അങ്ങനെ സമാധാന ചർച്ചകൾ ഉണ്ടാവുകയും ഗാലിഫേറ്റിൽ നിന്ന് വേർതിരിക്കപ്പെട്ട സുൽത്താനത്ത് 1922 നവംബർ 1 തുർക്കി ദേശീയ അസംബ്ലി പാസാക്കിയ ഒരു നിയമം മൂലം നിർത്തലാക്കപ്പെടുകയും സുൽത്താൻ മുഹമ്മദ് 6 സ്ഥാനം നഷ്ടപ്പെടുകയുമുണ്ടായി. അദ്ദേഹം ഒരു ബ്രിട്ടീഷ് കപ്പലിൽ മാൾട്ടയിലേക്ക് രക്ഷപ്പെടേണ്ടി വന്നു. അങ്ങനെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രത്തിന് ഔദ്യോഗികമായി തിരശ്ശീല വീണു. മുസ്തഫ കമാലിൻ്റെ അങ്കാറയിലെ ഗവൺമെൻറ് ഇസ്താൻബുളിലും സ്ഥാനമുറപ്പിച്ചു. മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന് മുന്നിൽ അവരുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുക എന്നതും ബ്രിട്ടൻ്റെ മുന്നിൽ സന്ധി അനുസരിച്ച് സമാധാന ശ്രമങ്ങൾ നടത്തുക എന്ന രീതിയിലും ചർച്ചകൾ സൃഷ്ടിക്കപ്പെട്ടു. മുസ്തഫ കമാലിൻ്റെ നേതൃത്വത്തിലുള്ള ദേശീയ തുർക്കിയുടെ അതിശക്തമായ എതിർപ്പ് കാരണം സേവ്രെ ഉടമ്പടി എടുത്തുകളയാൻ സഖ്യശക്തികൾ നിർബന്ധിതരായി. അങ്ങനെ പുതിയൊരു സന്ധിക്കായുള്ള ചർച്ചകൾ ആരംഭിച്ചു. സ്വിറ്റ്സർലൻഡിലെ ലൊസൈനിൽ വെച്ച് ബ്രിട്ടൻ്റെയും തുർക്കിയുടെയും പ്രതിനിധികൾ, അതായത് കർസൻ പ്രഭുവും ഇസ്മത് പാഷയും സമ്മേളിക്കുകയും ഒരു ഉടമ്പടി സൃഷ്ടിക്കപ്പെടുകയുമുണ്ടായി. ഇതാണ് ലൊസൈൻ ഉടമ്പടി എന്ന നിലയിൽ അറിയപ്പെടുന്നത്. ലൊസൈൻ ഉടമ്പടി പ്രകാരം പുതിയ തുർക്കിയുടെ മിക്കവാറും എല്ലാ ആവശ്യങ്ങളും സമ്മതിച്ചു കൊടുക്കേണ്ടിയും വന്നു. ഇസ്താൻബുളും ത്രേസും സഖ്യശക്തികളുടെ നിയന്ത്രണത്തിൽ നിന്ന് തുർക്കിക്ക് തന്നെ നൽകുകയുണ്ടായി. ആധുനിക തുർക്കിയുടെ അതിർത്തികൾക്കും ഏകദേശ തീരുമാനങ്ങളായി. സൈപ്രസ് പോലുള്ള ചില മേഖലകൾ തുർക്കിക്ക് നഷ്ടപ്പെട്ടു. അനാട്ടോളിയ അഥവാ തുർക്കിയുടെ പ്രധാന മേഖലയിലെ വിഭജനം തുർക്കി പൂർണ്ണമായി തടയുകയുമുണ്ടായി. അങ്ങനെ 1923 ഒക്ടോബർ 23 റിപ്പബ്ലിക് ഓഫ് തുർക്കി സ്ഥാപിതമാവുകയാണ്. ഈ നേട്ടങ്ങൾക്കൊക്കെ തന്നെയും അല്ലെങ്കിൽ ചെതറിപ്പോവുമായിരുന്ന തുർക്കിയെ സംരക്ഷിച്ചു നിർത്തി എന്ന നിലയിൽ മുസ്തഫ കമാൽ ജനനായകനായി മാറുകയുണ്ടായി. അങ്ങനെ ലൊസൈൻ ഉടമ്പടിക്കപ്പുറം തുർക്കി ഒരു റിപ്പബ്ലിക്കായും
മുസ്തഫ കമാൽ അതിൻ്റെ ആദ്യത്തെ പ്രസിഡന്റായും മാറി. ഭരണഘടനയും പരമാധികാര ദേശീയ സഭയുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും തുർക്കി എന്നാൽ അത്താതുർക്കായിരുന്നു. ജനകീയനായ സർവാധിപതി എന്നൊക്കെയാണ് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുള്ളത്. യൂറോപ്പിലെ രോഗിയായും മറ്റും പാശ്ചാത്യരുടെ പരിഹാസ മേഖലയായി മാറിയ തുർക്കി ഉച്ചനീചത്വങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും കേന്ദ്രവും കൂടിയായിരുന്നു. അത്തരത്തിലുള്ള മധ്യകാല വ്യവസ്ഥിതിയിൽ നിന്ന് അതിവേഗം തുർക്കിയെ 20-ാം നൂറ്റാണ്ടിലേക്ക് കൈപിടിച്ചുയർത്തിയത് മുസ്തഫ കമാൽ അത്താതുർക്കാണ്. മറ്റൊരർത്ഥത്തിൽ രാജ്യത്തിനായി പോരാടിയതും രാജ്യത്തെ സംരക്ഷിച്ചതുമെല്ലാം അവിടെ ഉണ്ടെങ്കിൽ തന്നെയും മുസ്തഫ കമാലിനെ ആധുനിക തുർക്കി രാഷ്ട്രത്തിൻ്റെ പിതാവാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ്. മുസ്തഫ കമാൽ പഴയ തുർക്കിയെ വെറുത്തിരുന്നു. 1924 മാർച്ചിൽ ഖിലാഫത്ത് എന്ന സ്ഥാനം അവസാനിപ്പിച്ച് അത്താതുർക്ക് ഭരണപരിഷ്കാരം ആരംഭിക്കുകയാണ്. തുർക്കിയിലെ പാർലമെൻറ്റ് അദ്ദേഹത്തിന് സുൽത്താൻ എന്ന പരമ്പരാഗത നാമം നൽകാൻ തീരുമാനിച്ചെങ്കിൽ പോലും അദ്ദേഹം അത് നിരാകരിച്ചു. മതമേഖലകളെ അദ്ദേഹം രാഷ്ട്രീയ വഴികളിൽ നിന്ന് പുറത്താക്കി. രാഷ്ട്രം മതേതരമായി പ്രഖ്യാപിക്കപ്പെട്ടു. അവസാനത്തെ ഖലീഫയായ അബ്ദുൾ മജീദും കുടുംബവുമൊക്കെ ഇസ്താൻബുൾ വിട്ടുപോവുകയുണ്ടായി. ഔദ്യോഗിക രേഖകളിൽ നിന്നെല്ലാം ഇസ്ലാം എന്ന പേര് നീക്കം ചെയ്തു. ഇസ്ലാമിക നിയമസംഹിതയായ അഥവാ ശരീഅത്ത് നിരോധിച്ചു. പകരം ആധുനിക സിവിലും ക്രിമിനലും വാണിജ്യപരവുമായ നിയമങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമൊക്കെ സ്വീകരിക്കുകയുമുണ്ടായി. നിയമസംഹിതകളോടൊപ്പം തന്നെ കോടതികളും അവിടെയുള്ള ചട്ടങ്ങളുമൊക്കെ മതേതരമാക്കുകയുമുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തുകയുണ്ടായി. പള്ളി വിദ്യാലയങ്ങൾ അഥവാ മദ്രസകൾ മാറ്റിക്കൊണ്ട് ഗവൺമെൻറ് സ്കൂളുകൾ സ്ഥാപിച്ചു. 87% വരുന്ന നിരക്ഷരരായ തുർക്കികളെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് കൊണ്ടുവരാനായി വലിയ പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കപ്പെട്ടു. 7 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് നിർബന്ധിത പ്രാഥമിക വിദ്യാഭ്യാസം തന്നെ നടപ്പാക്കി. തൊഴിൽ പരിശീലന സ്കൂളുകളും സാങ്കേതിക പരിശീലനം നൽകുന്ന സ്കൂളുകളുമൊക്കെ സ്ഥാപിക്കുകയുണ്ടായി. കഴിഞ്ഞ 600 വർഷങ്ങളായി ഭരണത്തിലുള്ള ഒട്ടോമൻ തുർക്കികളും മതമേഖലകളും തമ്മിലുള്ള ബന്ധം അത്രമേൽ ശക്തമായിരുന്നതുകൊണ്ട് തന്നെ അത്താതുർക്കിൻ്റെ നടപടികളിൽ ചില മതമേഖലകൾ പ്രതിഷേധിക്കുകയുണ്ടായി. അത്താതുർക്കിൻ്റെ പദ്ധതികളെ ചെറുത്തുതോൽപ്പിക്കാൻ 1924 സൃഷ്ടിച്ച പ്രോഗ്രസീവ് പാർട്ടിക്ക് എന്നാൽ ജനപിന്തുണ നേടാനായില്ല. അത്താതുർക്ക് തൻ്റെ നയപരിപാടികളുമായി മുന്നോട്ടു പോവുക തന്നെ ചെയ്തു. 1925 ഒരു നിയമം വഴി തുർക്കികൾ പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ചുവന്ന തൊപ്പി നിരോധിച്ചു. ഫെസ് തൊപ്പി ധരിക്കുന്നത് ക്രിമിനൽ കുറ്റമായി. പകരം യൂറോപ്യൻ രീതികളിലേക്ക് മാറാൻ ജനങ്ങൾക്ക് പ്രോത്സാഹനം നൽകി. ഇസ്ലാമിക കലണ്ടർ മാറ്റി ഗ്രിഗേറിയൻ കലണ്ടർ നടപ്പാക്കി. ഒപ്പം പാശ്ചാത്യ കലയെയും സംഗീതത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുകയുമുണ്ടായി. 1926 പഴയ വ്യവസ്ഥിതികളെ പിന്തുണച്ചിരുന്നവർ അത്താതുർക്കിനെ വധിക്കാനുള്ള നീക്കങ്ങളുമൊക്കെ നടത്തുകയുണ്ടായി. എന്നാൽ അവയൊക്കെ തന്നെയും പരാജയപ്പെട്ടു. വിദ്യാഭ്യാസ മേഖലയാണ് ആധുനീകരണത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് മനസ്സിലാക്കിയ അത്താതുർക്ക് ലോകത്തെ പല പ്രമുഖരെയും തുർക്കിയിലേക്ക് കൊണ്ടുവരികയും പല പദ്ധതികളും നടപ്പിലാക്കുകയുമൊക്കെ ഉണ്ടായി. അതിൻ്റെ ഭാഗമായാണ് തുർക്കിഷ് ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി, ലാംഗ്വേജ് അസോസിയേഷൻ പോലുള്ള പല സംഘടനകളുമൊക്കെ സൃഷ്ടിക്കപ്പെട്ടത്. ഉന്നത വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ഒപ്പം തന്നെ രാജ്യത്തെ യൂണിവേഴ്സിറ്റികളെ ആധുനീകരിക്കുകയുമുണ്ടായി. ഇത്തരം നടപടികളിലൂടെ 10 വർഷങ്ങൾ കൊണ്ട് 10% സാക്ഷരത 23% ഉയർത്താനും സർക്കാരിന് കഴിഞ്ഞു. വിദ്യാലയങ്ങളിൽ എത്തുന്നവരുടെ എണ്ണവും അത്രമേൽ വർദ്ധിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മുസ്തഫ കമാൽ അത്താതുർക്കിൻ്റെ വിദ്യാഭ്യാസ മേഖലയിലെ നിർണായക ഇടപെടലുകൾ അത്രമേൽ പ്രാധാന്യമേറിയതാണ് എന്ന് പറയേണ്ടി വരും. ഇതുപോലെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്കും അടിച്ചമർത്തപ്പെട്ടിരുന്ന സ്ത്രീകളുടെ വിമോചനത്തിനായും അത്താതുർക്ക് നടപടികളെടുത്തു. 1-ാം ലോക മഹായുദ്ധം വരെയും സ്ത്രീകളുടെ അവസ്ഥ തുർക്കിയിൽ ദയനീയമായിരുന്നു. അവരിൽ മിക്കവരും അക്ഷരാഭ്യാസമില്ലാത്തവരും 15 വയസ്സോടെ വിവാഹിതരായി വീടുകളിൽ ജീവിച്ച് ജീവിതം തീർക്കേണ്ടവരുമായിരുന്നു. അത്താതുർക്ക് സ്ത്രീകൾക്കും വിദ്യാഭ്യാസം നിർബന്ധമാക്കി. തൻ്റെ നിയമപരമായ ഇടപെടലുകൾ കൊണ്ട് അവരോട് നിവർന്നു നിൽക്കാൻ ഉദ്ബോധിപ്പിച്ചു. ബുർക്ക ഉപേക്ഷിച്ച് പാശ്ചാത്യ രീതിയിലുള്ള വസ്ത്രധാരണത്തിന് പ്രോത്സാഹിപ്പിച്ചു. സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് വിവാഹമോചനം നേടാൻ 1926 ഒരു നിയമം അനുവാദം നൽകി. അതേ നിയമപ്രകാരം തന്നെ പുരുഷന് വിവാഹമോചനം നേടാൻ സ്ത്രീയുടെ സമ്മതം വേണമെന്നുമായി. ബഹുഭാര്യാത്വമൊക്കെ തുർക്കിയിൽ ക്രമേണ കുറയുകയും ചെയ്തു. 1934 രാഷ്ട്രീയ മേഖലകളിലും സ്ത്രീകൾക്ക് തുല്യ അവകാശം ലഭിച്ചതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിൽ 17 സ്ത്രീകൾ ദേശീയ അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു.
ആ കാലത്ത് ലോകത്തെ മറ്റ് ഇടങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് തുർക്കിയുടെ സാമൂഹിക പുരോഗതിയുടെ വലിയൊരു സൂചികയായി തന്നെ മാറി. സ്ത്രീകൾ അവർക്കിഷ്ടമുള്ള വസ്ത്രത്തിൽ ജീവിക്കട്ടെ എന്ന നിലപാടിൽ അദ്ദേഹം നിലകൊണ്ടു. ഇത്തരം നടപടികൾ എന്ന പോലെ തന്നെ ഏതൊരു രാജ്യത്തെയും മുന്നോട്ട് നയിക്കണമെങ്കിൽ പ്രധാനമായും വേണ്ടത് സാമ്പത്തിക മുന്നേറ്റമാണല്ലോ. 1923 കാലത്ത് തുർക്കി ദരിദ്ര അവസ്ഥയിലാണ് നിലകൊണ്ടിരുന്നത്. പഴയ രീതികളിൽ നിലനിൽക്കുന്ന തുർക്കിക്ക് മാറ്റങ്ങൾ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയ അത്താതുർക്ക് രാജ്യത്ത് വലിയ രീതിയിൽ റോഡുകളും റെയിൽവേ ലൈനുകളുമൊക്കെ സൃഷ്ടിച്ചു. തുർക്കിയിലെ വാണിജ്യ മേഖലകൾ വിദേശീയരുടെ കൈകളിലായിരുന്നത് ദേശസാൽക്കരിക്കാൻ അത്താതുർക്ക് നടപടികളുമെടുത്തു. 1931 തുർക്കിഷ് സെൻട്രൽ ബാങ്ക് തന്നെ സ്ഥാപിതമായി. അതുപോലെ തന്നെ കാർഷിക വിദഗ്ധരെ സൃഷ്ടിക്കാനായി 8 കാർഷിക കോളേജുകളും അദ്ദേഹം സ്ഥാപിച്ചു. അതിലൂടെ നൂതനമായ കൃഷിരീതികൾ രാജ്യത്ത് അവതരിപ്പിച്ചു. കാർഷിക ബാങ്കുകൾ സൃഷ്ടിച്ച് കൃഷിക്കാർക്ക് വായ്പാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. കാർഷികോപകരണങ്ങളും യന്ത്രങ്ങളും വിത്തനങ്ങളും കൃഷിക്കാർക്ക് കൂടുതലായി എത്തിച്ചു നൽകി. സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ചു. ട്രാക്ടറുകളും മറ്റും തുർക്കി ജനതയുടെ സാധാരണ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിത്തുടങ്ങി. അപ്രകാരം കാർഷിക മേഖലയിൽ സൃഷ്ടിച്ച വിപ്ലവത്തിലൂടെ 1930 ധാന്യം ഇറക്കുമതി അവസാനിപ്പിച്ചുകൊണ്ട് തുർക്കി കയറ്റുമതി ആരംഭിക്കുകയുണ്ടായി. ബാർലിയും നെല്ലും ഗോതമ്പുമൊക്കെ തുർക്കിയെ വികസിപ്പിച്ചു. കൃഷിമേഖല പോലെ തന്നെ വ്യവസായ മേഖലയിലും വലിയ മാറ്റങ്ങളാണ് തുർക്കി കണ്ടത്. 1934 അതിനായി പഞ്ചവത്സര പദ്ധതികൾ തന്നെ ആവിഷ്കരിക്കപ്പെട്ടു. തുർക്കിയിൽ വിദേശ മൂലധന നിക്ഷേപം നിരോധിക്കുകയും വ്യവസായവൽക്കരണത്തിന് ആവശ്യമായ മൂലധനം ലഭ്യമാക്കുവാൻ വ്യാവസായിക ബാങ്കുകൾ സ്ഥാപിക്കുകയുമുണ്ടായി. അതിൻ്റെ ഭാഗമായി തുർക്കിയിൽ ഒട്ടേറെ ഫാക്ടറികൾ സൃഷ്ടിക്കപ്പെട്ടു. പരുത്തി, രോമം, പാത്രങ്ങൾ, ഇരുമ്പ്, ഉരുക്ക്, കൽക്കരി, രാസപദാർത്ഥങ്ങൾ തുടങ്ങി പല മേഖലകളിലും ഫാക്ടറികൾ സൃഷ്ടിക്കപ്പെട്ടു. ദീർഘവീക്ഷണത്തിൻ്റെ ഭാഗമായി വാഹന മേഖലയിലും വിമാന മേഖലയിലും കപ്പൽ വ്യവസായത്തിലുമെല്ലാം തുക ഉൾപ്പെടുത്തുകയുണ്ടായി. രണ്ടാം പഞ്ചവത്സര പദ്ധതിയിൽ വൈദ്യുതീകരണം പ്രധാനപ്പെട്ട ഒരു ഘടകമായി നിലകൊണ്ടിരുന്നു. തുർക്കിയുടെ കയറ്റുമതികളിൽ പ്രധാനപ്പെട്ടവ പുകയിലയും അത്തിപ്പഴവും പരുത്തിയും ഒലീവെണ്ണയും ഒക്കെയായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആയിരുന്നവരോട് പോലും സൗഹൃദത്തിലേക്ക് മാറി അത്താതുർക്ക് ബന്ധം സ്ഥാപിച്ചു. ഇറ്റലിയിൽ ബെനിറ്റോ മുസോളിനിയുടെ വളർച്ച ബാൽക്കൻ സ്റ്റേറ്റ്സുമായി കൂടുതൽ അടുക്കുന്നതിനും അവരുമായി ഉറ്റബന്ധം സൃഷ്ടിക്കുന്നതിനും കാരണമായി മാറി. അത്താതുർക്കിൻ്റെ നയങ്ങൾ കമാലിസം എന്ന പേരിലാണ് ലോകത്തറിയപ്പെട്ടത്. ഏതായാലും അത്താതുർക്കിൻ്റെ ഭരണകാലം മറ്റൊരു മഹായുദ്ധമായ രണ്ടാം ലോക മഹായുദ്ധം വരെ നീണ്ടു നിന്നില്ല. 1937 തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കാൻ ആരംഭിക്കുകയുണ്ടായി. പരിശോധനകളിൽ ലിവർ സിറോസിസ് ആണെന്ന് കണ്ടെത്തുകയും 1938 നവംബർ 10 വെറും 57 വയസ്സ് മാത്രം പ്രായമുള്ള മുസ്തഫ കമാൽ അത്താതുർക്ക് എന്ന ആധുനിക തുർക്കിയുടെ പിതാവ് അന്തരിച്ചു. തുർക്കിയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നായകത്വം വഹിച്ച വെറുമൊരു സൈന്യാധിപൻ മാത്രമായിരുന്നില്ല അത്താതുർക്ക് എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ നേട്ടം. 1923 മുതൽ 1938 വരെയുള്ള അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ജനങ്ങളുടെ ജീവിത നിലവാരം അതിവേഗം വളരുകയുണ്ടായി. സ്ത്രീകളുടെ ജീവിത നിലവാരവും വർദ്ധിച്ചു. പൊതുമേഖലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും അത്താതുർക്ക് ഒരു വഴി തുറന്നിട്ടു. കൃഷിയിൽ മാത്രം ജീവിച്ചിരുന്ന സാധാരണക്കാർക്ക് വിദ്യാഭ്യാസത്തിലൂടെ സ്വപ്നം കാണാനും അത്താതുർക്ക് പഠിപ്പിച്ചു. ഫാക്ടറികളിലൂടെ പലതരത്തിലുള്ള ജോലി സാധ്യതകളും അദ്ദേഹം കൊണ്ടുവന്നു. ചുരുക്കിയാൽ ആധുനിക തുർക്കിയിലേക്ക് അദ്ദേഹം തുറന്നിട്ട വഴികൾ മറ്റ് മേഖലകളേക്കാൾ എത്രയോ വേഗത്തിൽ ആ നാട്ടിലെ ജനങ്ങൾക്ക് നടന്നെത്താൻ സാധിച്ചു എന്നതാണ് ചരിത്രം. മുസ്തഫ എന്ന മനുഷ്യന് കമാൽ എന്ന പേര് ചെറുപ്പത്തിൽ തന്നെ വന്നു ചേർന്നതാണ്. അതുപോലെ തന്നെ 1934 തുർക്കിഷ് പാർലമെൻറ്റ് അദ്ദേഹത്തിന് നൽകിയ പേരാണ് അത്താതുർക്ക്. അത്താതുർക്ക് എന്നാൽ ഫാദർ ഓഫ് ദ തുർക്സ് എന്നാണ് അർത്ഥം. അദ്ദേഹത്തിന് ലഭിച്ച അത്താതുർക്ക് എന്ന പേരിനെ പോലെ ഉചിതമായ പേരുകൾ ചരിത്രത്തിൽ അധികമാർക്കും ലഭിച്ചിട്ടില്ല എന്നും നിസ്സംശയം പറയാം. ആധുനിക തുർക്കിയുടെ പിതാവായ മുസ്തഫ കമാൽ അത്താതുർക്ക് അപ്രകാരം ലോക ചരിത്രത്തിൽ എന്നെന്നും നിലനിൽക്കുന്നു.